Hello, dear friends. Welcome back. Let's go to the next topic, that is questions related to devices. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിവൈസസിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ പ്രീവിയസ് വീഡിയോ, അതായത് ലൈക്ക് തിങ്സിന്റെയും എലൈക്ക് തിങ്സിന്റെയും കാര്യങ്ങളൊന്നും നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അന്നേരത്തേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഫസ്റ്റ് ലെറ്റ്സ് ഡു വൺ തിങ്. ഫാക്ടറൈസ് 7875. 7875 ഫാക്ടറൈസ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് എന്തെന്ന് എഴുതാം. ഇത് 5 തൊട്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. സോ 5 into 1575 എന്ന് എഴുതാം. നിങ്ങളുടെ നോർമൽ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ എന്താ ഏറ്റവും 2 കൊണ്ട് പോകില്ല, പിന്നെ 3 വെച്ച് തുടങ്ങും, 3 വെച്ച് പോകും. 3ന്റെ 15ഉം 12ഉം 27 അല്ലേ, 27 ഡിവിസിബിൾ ബൈ 3 ആണ്, ഡിവിസിബിൾ ബൈ 3 ആണ്, അങ്ങനെ പോവാം. പക്ഷെ ഈസിയർ വേ എന്ന് പറയുന്നത് ഇങ്ങനെ അറിയാവുന്ന നമ്പേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോകുന്നതാണ്. 5 എന്തായാലും വരും എന്നറിയാം, ഇവിടെ ഒരു 5ഉം കൂടെ വരും എന്നറിയാം. 5 into 5 into ഇവിടെ 3 times 1 times 315, ഒരു 5ഉം കൂടെ വരുമെന്ന് വീണ്ടും അറിയാം. into 5 വീണ്ടും വന്നു, 6 times 3 times 63 times വന്നു. സോ ദിസ് ഇസ് 5 ക്യൂബ് ഓൾറെഡി ഉണ്ട്. ഇനി 5 ഇവിടെ വരത്തില്ല എന്നറിയാം. 3 എന്തായാലും വരുമെന്നറിയാം 63ല്. സോ 3 into 21 എന്ന് വരും അല്ലെ. സോ ദിസ് ഇസ് 5 ക്യൂബ് into 3 into 21 എന്ന് പറയുന്നതിനെ നമുക്ക് 3 into 7 എന്ന് എഴുതാം. സോ ദിസ് ഇസ് 5 ക്യൂബ് into 3 square into 7 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതുന്നതായിട്ട് അറിയാം. ഇതാണല്ലോ ഇതിന്റെ ഫാക്ടറൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഈസി ആയിട്ട് സിംപിളി പ്രൈം ഫാക്ടറൈസ് ഫോമിൽ നമുക്ക് എഴുതാം. ഇനി നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് ആ നമ്പറിന്റെ പേരെന്തായിരുന്നു? 7875. 7875 നമുക്ക് മനസ്സിലായി, അത് 5 ക്യൂബ് into 3 square into 7 ആണ്. 7 എന്ന് പറയുന്നത് 7^1 ആണ്. നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഇതിന്റെ ഒരു ഡിവൈസർ ആണ്. 7875 കൊണ്ട് ഡിവൈഡ് ആവും. ഇപ്പൊ 7875 by 5 ക്യൂബ് ഡിവൈസർ ആണ്. 7875 by 5 ക്യൂബ് into 3 square എടുത്തു കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോകും. അതല്ലേ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം പോകും. ഈ കാര്യമെല്ലാം നിങ്ങൾക്ക് അറിയാലോ. അതായത് ഇപ്പൊ 5875 by ഒരു 5 മാത്രം എടുത്തു കഴിഞ്ഞാൽ ഡിവിസിബിൾ ആയി പോകും. ഒരു 05 03 17 എടുത്തു കഴിഞ്ഞാൽ ഡിവിസിബിൾ ആയി പോകും. ഈ ഫോർമാറ്റിലെല്ലാം ഇതിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്ത് കളയാമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 7875 എന്ന് പറയുന്നത് 3 square into 5 cube into 7^1 എന്നുള്ളതാണ്. ഇതിന്റെ സ്മോളസ്റ്റ് ഡിവൈസർ ഏതെന്ന് ചോദിച്ചാൽ എന്തെന്ന് വരും? നമുക്കറിയാം ഡിവൈസേഴ്സ് എല്ലാം ഫോം ആകേണ്ട ഈ ഒരു ഫോർമാറ്റിൽ നിന്നാണ് അല്ലെ. സ്മോളസ്റ്റ് ഡിവൈസർ എപ്പോഴാണ് ആകുന്നത്? 7875നെ ഇതിന്റെ എല്ലാം സ്മോളസ്റ്റ് പവർ, അതായത് 3^0, 5^0, 7^0, ദാറ്റ് ഇസ് ടെക്നിക്കലി 1 ആണല്ലോ ഇതിന്റെ സ്മോളസ്റ്റ് ഡിവൈസർ. ഇതിന്റെ ലാർജസ്റ്റ് ഡിവൈസർ എന്താണ്? ലാർജസ്റ്റ് ഡിവൈസർ ഓഫ് എനി നമ്പർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. സോ ദാറ്റ് ഇസ് 7875 by ആ നമ്പർ എങ്ങനെ വരുന്നത്? 3 square into 5 cube into 7^1. അതായത് 7875 തന്നെയാണ് ഇതിന്റെ ലാർജസ്റ്റ് ഡിവൈസർ. ഈ കാര്യവും പിടിയിട്ടിയല്ലോ. ഇത് പിടിയിട്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോ നമ്പർ ഓഫ് ഡിവൈസസ് 7875 നമുക്കറിയാം 3 square into 5 cube into 7^1 ആണ്. നമ്പർ ഓഫ് ഡിവൈസേഴ്സ് കിട്ടാനായിട്ട് ഏതൊക്കെയാണ് ഇതിന്റെ ഡിവൈസേഴ്സ് വരുന്നത്? നമുക്കറിയാം ഈ 3യെ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. 5നെ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. 7നെ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇതെല്ലാം എലൈക്ക് തിങ്സ് അല്ലേ? ഇതും എലൈക്ക് തിങ്സ് ആണ്, ഇതും എലൈക്ക് തിങ്സ് ആണ്. സോ ഇതിൽ നിന്ന് നൺ ഓർ മോർ എടുക്കുമ്പോൾ ഇപ്പൊ ഞാനത് 3^1 into 5^0 into 7 എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫാക്ടർ ആയിട്ട് വരും. ഇത് നന്നായിട്ട് എടുക്കാൻ നൺ ഓർ മോർ. അപ്പൊ നമ്പർ ഓഫ് ഡിവൈസസ് എങ്ങനെയാണ്? 0 or more 3s എടുക്കാം. അതായത് 2 plus 1 എലൈക്ക് തിങ്സിനെ നൺ ഓർ മോർ എടുക്കുന്ന എത്രയാണ്? ഈ പവർ പ്ലസ് 1 ആണ്. ഇൻഡു 5നെയും നൺ ഓർ മോർ, അതായത് 3 plus 1. 7നെയും നൺ ഓർ മോർ, അതായത് 1 plus 1 എന്ന് കിട്ടും. അതായത് 3 into 4 into 2 എന്ന് കിട്ടും. സോ ദി ആൻസർ വിൽ ബിക്കം 24 ഡിവൈസസ്. ഇങ്ങനെയാണ് ഇതിന്റെ കളി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്പർ ഓഫ് ഡിവൈസസ് എടുക്കാനായിട്ട് ഈ ഒരു ലോജിക്കാണ് നമ്മൾ നേരത്തെ പഠിച്ച പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ എലൈക്ക് തിങ്സിന്റെ ലോജിക് വെച്ച് നൺ ഓർ മോർ എടുക്കുമ്പോഴത്തേക്കും അതെല്ലാം ഡിവൈസസ് ആയിട്ട് ഫോം ചെയ്യും. സോ യു വിൽ ഗെറ്റ് 24 ഡിവൈസസ് ലൈക്ക് ദിസ്. കരിഡിയ. ഇതിന്റെ അകത്ത് ഇനി അടുത്തതായിട്ടൊരു ചോദ്യം ചോദിക്കാവുന്നത് നമ്പർ ഓഫ് പ്രോപ്പർ ഡിവൈസസ് എത്രയൊക്കെയാണെന്നാണ്. നമ്പർ ഓഫ് പ്രോപ്പർ ഡിവൈസസ്. നമ്പർ ഓഫ് പ്രോപ്പർ ഡിവൈസസ് എങ്ങനെയാ ചെയ്യുന്നത്? പ്രോപ്പർ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ 1ഉം സെയിം നമ്പറും അല്ലാത്ത
എന്തിനേയും നമ്മൾക്ക് പ്രോപ്പർ ഡിവൈസർ എന്ന് പറയുക. അന്നേരം ടോട്ടൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് മൈനസ് 1 ആൻഡ് ഇറ്റ് സെൽഫ്, അതായത് രണ്ട് നമ്പർ 1ഉം ആ നമ്പറും കൂടെ ചേർന്ന് 2. സോ ടോട്ടൽ നമ്പർ ഓഫ് പ്രോപ്പർ ഡിവൈസേഴ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയെന്ന് പറയും? അതിനെ നമ്മൾ 22 എന്ന് പറയും. ഓക്കെ, ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം അടുത്ത നമ്പർ ഒരെണ്ണം എടുക്കാം. 75600 എടുക്കാം. ഇതിനെ നമുക്ക് 100 into 756 എന്ന് ഈസി ആയിട്ട് എഴുതാം. 100നെ 10 സ്ക്വയർ എന്ന് എഴുതാം, അതായത് 2 into 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, into 756. അതായത് 2 സ്ക്വയർ into 5 സ്ക്വയർ into 756നെ വീണ്ടും ഒരു 2 കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ 378 വരും. സോ 2 സ്ക്വയർ into 5 സ്ക്വയർ into 2 into 378നെ വീണ്ടും 2 എടുത്തു കഴിഞ്ഞാൽ 189 വരും അല്ലെ. സോ ദിസ് ഇസ് വീണ്ടും 2 raised to 4 വന്നു into 5 സ്ക്വയർ into 189 ഡിവിസിബിൾ ബൈ 3 ആണ്. 3 into 63 എന്ന് നമുക്ക് വരാം. So this is 2 raised to 4 into 5 square into 3 into 3 into 21 എന്നും വീണ്ടും വരാം. 2 raised to 4 into 5 square into ഇവിടെ വീണ്ടും 3 cube into 7 raised to 1 എന്ന് വരാം. So this is 2 raised to 4 into 3 cube into 5 square into 7 raised to 1 എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. 2 raised to 4 into 3 cube into 5 square into 7 raised to 1 ആണ് ഈ നമ്പർ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ 75600യെ 2 raised to 4 into 3 cube into 5 square into 7 raised to 1. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയും? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് ഈ 2നെ നൺ ഓർ മോർ, അതായത് 4+1, ഈ 3യെയും നൺ ഓർ മോർ 3+1, 5നെയും നൺ ഓർ മോർ, അതായത് പവർ 2+1, 7നെയും നൺ ഓർ മോർ 1+1 അല്ലെ. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ആപ്പിളും ബനാനയും ഒക്കെ തിന്നുന്നില്ലേ, അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെയും. ഓക്കെ, ആപ്പിളിനും ബനാനയ്ക്കും പകരം നമ്പേഴ്സ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ദിസ് ആൻസർ വിൽ ബിക്കം 5 into 4 into 3 into 2, that is 5 factorial itself, right? That is 120 എന്നുള്ളൊരു ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: നമ്പർ ഓഫ് പ്രോപ്പർ ഡിവൈസേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് പ്രോപ്പർ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് മൈനസ് 1 ആൻഡ് ഇറ്റ് സെൽഫ്, അതായത് രണ്ട് നമ്പേഴ്സ്. സോ ദി ആൻസർ വിൽ ബിക്കം 118. ഈ കാര്യവും പിടികിട്ടിയല്ലോ, ഈ കാര്യവും പിടികിട്ടി. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, നമ്പർ ഓഫ് ഈവൻ ഡിവൈസസ്. ഈവൻ ഡിവൈസർ വരാനായിട്ട് എന്താ വേണ്ടേ? ഒരു രണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വേണം. ഒരു രണ്ടെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈവൻ ഡിവൈസേഴ്സ് ആയി മാറും അല്ലെ. സോ 2 leads to even divisors അല്ലെ. ഇത് നമുക്കറിയാം. സോ 2 raised to 0 can't be there. നൺ ഓർ മോർ അല്ല, അറ്റ്ലീസ്റ്റ് 1 ഉണ്ടായിരിക്കണം. 2 അറ്റ്ലീസ്റ്റ് 1 ഉണ്ടാവുന്ന കേസ്. നമ്മൾ ലൈവ് കേസിൽ ആപ്പിൾ എടുത്തപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ആപ്പിൾ എടുക്കുന്ന കേസൊക്കെ ഒന്നുമില്ല. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 2 ഇവിടെ ഉണ്ടായിരിക്കണം. അതായത് 2ല് നമ്മൾ ഈ 4+1 പകരം 4 എന്ന് മാത്രമേ എടുക്കാവൂ. ബാക്കിയെല്ലാം നൺ ഓർ മോർ എടുക്കാം. 3+1 into 2+1 into 1+1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അറ്റ്ലീസ്റ്റ് 1 2നെ എടുക്കുന്നുണ്ട്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരവും എഴുതിയേക്കോളൂല്ലോ. ഇതാണ് നമ്മുടെ ഇതിന്റെ ലോജിക്. 2ല് ഈ 5ന് പകരം 4 വരാൻ കാരണം എന്താ? ഇവിടെ നമ്മൾ ഒരു 2 പോലും എടുക്കാത്ത കേസും കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 75600യെ 2 raised to 4 into 3 square into 5 square into 7 raised to 1 ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. ചോദ്യം is number of odd devices. Number of odd devices. Odd devices-ന്റെ പ്രത്യേകത എന്താണ്? ഓഡ് ഡിവൈസർ വരണമെങ്കിൽ ഒരു 2 എങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഈവൻ ആയി പോകും. അതായത് 2 ഉണ്ടാകാനേ പാടില്ല. 2 ഉണ്ടാകാനേ പാടില്ല. 2 is not present. കാര്യം പിടികിട്ടിയോ? അതായത് 2ന്റെ കൺസിഡറേഷൻ നമുക്ക് വേണ്ടേ വേണ്ട. 0 2s ആണ്. അത് എത്ര രീതിയിൽ എടുക്കാം? ഒറ്റ രീതിയിൽ. ഇൻഡു ബാക്കിയെല്ലാം എന്ത് വന്നു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആയിട്ട് വരും. ഇത് നൺ ഓർ മോർ വന്നു കഴിഞ്ഞാൽ, അതായത് ഓഡ് 3 ക്യൂബ് ആയിരുന്നു. സോറി, ഇത് 3 ക്യൂബ് ആണ്. ഇത് നൺ ഓർ മോർ ആണ് വരേണ്ടത്. അതായത് 3+1 ആണ് വരേണ്ടത് അല്ലെ.
into ഇതും none or more ആണ് 2 plus 1 ആണ് ഇതും none or more ആണ് 1 plus 1 ആണ്. So this answer will become 4 into 3 into 2. അതായത് 24 എന്നുള്ളൊരു ഉത്തരം വരും അല്ലെ. 2 വരാനേ പാടില്ല, ഇതുകൊണ്ടാണ് 1 ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 is taken, no 2 taken. അതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ചോദ്യം, നമ്പർ ഓഫ് ഓഡ് പ്രോപ്പർ ഡിവൈസസ്, നമ്മൾ നേരത്തെ പഠിച്ചു ഓഡ് ഡിവൈസർ എത്രയാണ്, 2⁻0 into 4 into 3 into 2 എന്ന് നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഏതാണ് ആ ഒരു 1 is removed, the number 1 itself, കാരണം അത് പ്രോപ്പർ ഡിവൈസർ ആയിട്ട് വരത്തില്ല. സോ the number 1 itself is removed over here. ഈ കാര്യം പിടികിട്ടിയല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം, നമ്പർ ഓഫ് ഡിവൈസർ divisible by 14. divisible by 14 എന്ന് പറഞ്ഞാൽ 14 നമുക്കറിയാം 2 into 7 ആണ് അല്ലെ. അതായത് ഒരു 2ഉം ഒരു 7ഉം എന്തായാലും വരണം. അതായത് 0 2 ആകാൻ പറ്റില്ല, 0 7ഉം ആകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 75600 നമ്മൾ എഴുതിയിരുന്ന രീതി എന്ന് പറയുന്നത് 2⁴ into 3 cube into 5 square into 7⁻1 ആണ് അല്ലെ. അതിൽ ഒരു 2 എങ്കിലും വേണം. അതായത് 2 none or more അല്ല, അതായത് 4 plus 1 അല്ല, just 4. 3 none or more ആണ്, 3 plus 1 ആണ്. 5 none or more ആണ്, 2 plus 1 ആണ്. 7 ഒരെണ്ണമെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ 7 at least 1 should be there, not 1 plus 1. ഓക്കെ, കാര്യം പിടികിട്ടിയോ? കാരണം 14 വരണമെങ്കിൽ ഒരു 2ഉം ഒരു 7ഉം ഡെഫിനറ്റ് ആയിട്ട് വരണം. ഓക്കെ, സോ ദിസ് ആൻസർ വിൽ ബിക്കം 4 into അല്ലെ 4 into 3 into 1 എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം, ജിയിലേക്ക് കിടക്കാം. നമ്പർ ഓഫ് ഡിവൈസസ് divisible by 35. 35 ഉണ്ടാകണം. നമുക്കറിയാം 75600 വീണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞാൽ 2⁴ into 3 cube into 2 square into 5 square into 7⁻1 ആയിരുന്നു അല്ലെ. 5 square into 7⁻1. divisible by 35 എന്ന് പറയുന്നത് 5 into 7 ആണല്ലോ. അതായത് ഒരു 5ഉം ഒരു 7ഉം ഡെഫിനറ്റ്ലി വേണം. അതായത് 2നെ none or more എന്ന് എടുക്കാം, അതായത് 4 plus 1. 3യെയും none or more എന്ന് എടുക്കാം, 3 plus 1. പക്ഷെ 5 1 or more, അറ്റ്ലീസ്റ്റ് 1 വേണം. അതായത് 2 plus 1 ഇല്ല, 2 മാത്രമേ എടുക്കത്തുള്ളൂ. 7ഉം 1 എന്ന് മാത്രമേ എടുക്കത്തുള്ളൂ അല്ലെ, 1 എന്ന് മാത്രമേ എടുക്കത്തുള്ളൂ. സോ ദിസ് വിൽ ബി 5 into 4 into 2, that is 24 again. Okay, 24 devices can be divisible by either, sorry, not 24, it's 40 അല്ലെ, 40. So this answer should be 40. Okay, ഈ കാര്യം പിടികിട്ടിയല്ലോ. അടുത്തത്, number of devices divisible by 12. 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 square into 3 ആണ്. അതായത് 2 2 മിനിമം വേണം, ഒരു 3 മിനിമം വേണം അല്ലെ. അപ്പൊ നമുക്ക് 75600 അറിയാം, 2⁴ into 3 cube into 5 square into 7⁻1 ആയിരുന്നു ഇതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡിവൈസസ് divisible by 12നെ നമ്മൾ ഏതൊരു രീതിയിലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? അപ്പൊ മിനിമം 2 2 എങ്കിലും വേണം അല്ലെ. അപ്പൊ 2 2 എന്തായാലും വേണം. അപ്പം 0 പറ്റില്ല, 1 പറ്റില്ല, 2 മുതൽ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എത്ര രീതിയിൽ, ഒരു 3 രീതിയിലേ പറ്റും. 0യും 1ഉം എന്നുള്ള ടോട്ടൽ 5 കേസസ്. ഒരു 0 2 എടുക്കുന്നു, 1 2 എടുക്കുന്നു, 2 2 എടുക്കുന്നു, 3 2 എടുക്കുന്നു, 4 2 എടുക്കുന്നു. അതല്ലേ പോസിബിലിറ്റീസ്. അതായത് 0യും 1ഉം എന്നുള്ള കേസില്ല, അതായത് 3 കേസസേ ഉള്ളൂ. അതേപോലെ തന്നെ 3ക്ക് എത്രയാണ്, അറ്റ്ലീസ്റ്റ് 1 വേണം. അതുകൊണ്ട് 3 തന്നെ വേണം. ഇത് none or more ആണ്, അതായത് 2 plus 1 ആണ്. ഇതും none or more ആണ്, അതായത് 1 plus 1 ആണ്. സോ ദിസ് ആൻസർ വിൽ ബിക്കം 9 into 3 into 2 എന്ന് വരും. സോ 9 6 are 6 9s are 54 എന്ന് പറയുന്ന ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നതായിട്ട് മനസ്സിലാകും. ഡിവൈസേഴ്സിന്റെ കളിയൊക്കെ മനസ്സിലായില്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളിയാണ്.
ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സം ഓഫ് ഡിവൈസേഴ്സിന്റെ ലോജിക് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 75600 എന്ന് പറയുന്നത് 2⁴ into 3³ into 5² into 7⁻1 ആണ്. ഇതിലിപ്പം ഇപ്പൊ ഒരു 2⁻0 2 into 3⁻0 into 5⁻0 into 7⁻0 ഒരു ഡിവൈസർ ആണ്, പ്ലസ് 2⁻1 into 3⁻0 into 5⁻0 into 7⁻0 ഡിവൈസർ ആണ്. ഇതെല്ലാം ഡിവൈസർ ആണ്. സോ ടെക്നിക്കലി നമുക്ക് എന്താ കിട്ടുന്നത്? 2⁻0 plus 2⁻1 plus 2² plus 2³ plus 2⁻4 ഇതെല്ലാം ഇതിന് ഡിവൈസർ ആയിട്ട് വരാം. ഇൻറ്റു 3⁻0 plus 3⁻1 plus 3⁻2 plus 3⁻3 into 5⁻0 plus 5⁻1 plus 5² into 7⁻0 plus 7⁻1 ഇതെല്ലാമാണ് പോസിബിലിറ്റീസ്. ഇതിനിപ്പോ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2⁻0 into 3⁻0 into 5⁻0 into 7⁻0 ആ കേസ് കിട്ടും. 2⁻0 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ into 3⁻1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് into 5⁻0 7⁻0 എല്ലാ പോസിബിലിറ്റിയും ഇതിന്റെ അകത്ത് അങ്ങ് ഉൾക്കൊള്ളും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതൊരു GP ആണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? 2⁻0 plus 2⁻1 plus 2² plus 2³ plus 2⁻4 ഒരു GP ആണ്. സം ഓഫ് എ GP എന്താണ്? GP എന്ന് പറഞ്ഞാൽ AR square AR³ എക്സെട്ര AR⁻n-1 അല്ലെ? ഇതിന്റെ സം എന്ന് പറയുന്നത് A into R⁻n-1 by R-1 ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് A എന്താണ്? A എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? 1 into 2⁵ divided by 2-1 ഇതിങ്ങനെ പറ്റും. ഇൻറ്റു ഇതിന്റെയും A⁻n എന്ന് പറയുന്നത് ഇവിടെ എത്ര എണ്ണാണ്? 4 അല്ലെ? 3⁴ - 1 by 3-1 into 5⁻3 - 1 by 5-1 into 7⁻2 - 1 by 7-1. സോ നമ്മൾ GPയുടെ ഫോർമുല വെച്ചിട്ട് ഈ സം അങ്ങ് കണ്ടുപിടിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ ടെക്നിക്കലി ചെയ്യുന്നത്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ദിസ് ഡിവൈസേഴ്സ് വളരെ സ്മാർട്ട് ആയിട്ട് നമുക്ക് ഇതങ്ങ് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം പിടികിട്ടിയല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോ നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും കടക്കാം. ചോദ്യം ഇതാണ്: find the sum of all 5-digit numbers formed by 13579. ഇതിന്റെ എല്ലാ 5-digit നമ്പേഴ്സും അതിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് സം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ നമുക്ക് 137 എങ്ങനെ എഴുതുന്നേ? പ്ലേസ് വാല്യൂ വെച്ച് എഴുതുവാണെങ്കിൽ 7 into 10⁻0 plus 3 into 10⁻1 plus 1 into 10⁻2 ഇങ്ങനെയല്ലേ പ്ലേസ് വാല്യൂ വെച്ചിട്ട് ഇതിനെ എഴുതുന്നത് അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് 13579 ഒരു പോസിബിലിറ്റി ആണ്, 15379 പോസിബിലിറ്റി ആണ്, 17935 പോസിബിലിറ്റി ആണ്. ഇതിന്റെ എല്ലാം ഇങ്ങനെ കുറെ നമ്പറുകൾ ഉണ്ട് അല്ലെ? ഇതിന്റെ എല്ലാം അഡീഷൻ എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. തലവേദന പിടിക്കുന്ന കേസല്ലേ? ആണ്. ഇതിന് നമുക്ക് സ്മാർട്ട് ആയിട്ട് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വെച്ച് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് പ്ലേസ് വാല്യൂവിന്റെ ലോജിക് എടുത്തു കഴിഞ്ഞാൽ 1 ഇവിടെ ഫസ്റ്റ് സ്ലോട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര സ്ലോട്ട് ഉണ്ട്? 4 സ്ലോട്ട് ഉണ്ട്. 1 ഫസ്റ്റ് സ്ലോട്ടിൽ വരുന്ന എത്ര നമ്പേഴ്സ് വരും? 1നെ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 നമ്പേഴ്സ് 4 ഫാക്ടോറിയൽ 24 നമ്പേഴ്സ് വരും. 1 ഫസ്റ്റ് സ്ലോട്ടിൽ വരുന്ന 24 നമ്പേഴ്സ് വരും. സെക്കൻഡ് സ്ലോട്ടിലും അതേ രീതിയിൽ 1നെ സെക്കൻഡ് സ്ലോട്ടിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 24 നമ്പേഴ്സ് വരും. 1നെ തേർഡ് സ്ലോട്ടിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 24 നമ്പേഴ്സ് വരും അല്ലെ? ഇങ്ങനെ 1 വെച്ച് മാത്രം 1നെ എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഓരോ പ്ലേസ് വാല്യൂവിനും 24 നമ്പേഴ്സ് ഉണ്ട്. അപ്പം അതിന്റെ സം എല്ലാം ഇവിടെ ഇരിക്കുന്നതിന്റെ സമ്മ് ഈ 1 ഇവിടെ വരുമ്പോൾ ഉള്ള സം എന്ന് പറയുന്ന 1 into 10⁻⁴ എത്രയെന്നാ വരുന്ന 4 എന്നുള്ളതല്ലേ ഇതിന്റെ സം വരുന്ന. ഇവിടെ ടെക്നിക്കലി 10,000ന്റെ സം ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് വരും. കാര്യം പിടിക്കാം. സോ നമുക്കിപ്പോ ഒരു ലോജിക്കലി ഇതിനെ ഒന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 4 സ്ലോട്ട് വെച്ചിട്ട് 1 ലാസ്റ്റ് സ്ലോട്ട് വരുന്ന തന്നെ 24 വരും. 1 സെക്കൻഡ് സ്ലോട്ടിൽ വരുന്നത് 24 വരും. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ 24 നമ്പേഴ്സ് ഇൻറ്റു
1 വരുന്ന സ്ലോട്ടുകളുടെ എല്ലാം പ്ലേസ് വാല്യൂ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു അത് ഈ സ്ലോട്ടിൽ പോയി കഴിഞ്ഞാൽ 10⁴. രണ്ടാമത്തെ സ്ലോട്ടിൽ ഇവിടെ 1 ഇവിടെയാണെങ്കിൽ 10⁴, 1 ഇവിടെയാണെങ്കിൽ 10⁵. നെക്സ്റ്റ് 10 സ്ക്വയർ, നെക്സ്റ്റ് 10⁻1, നെക്സ്റ്റ് 10⁻0 വരുന്നതായിട്ട് വരാം. പ്ലസ് 24 1ന് മാത്രം ഇത് 3 വന്നു കഴിഞ്ഞാൽ 3ക്കും സെയിം, പക്ഷെ 3 ഇൻറ്റു എന്നുള്ള ഒരു ലോജിക്ക് വരും അല്ലെ അവിടെ. 24 ഇൻറ്റു 3 ഇൻറ്റു അടുത്ത സ്ലോട്ടുകളിൽ എന്താ വരുന്നത്? 10⁻4 പ്ലസ് 10⁻3 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10⁻1 പ്ലസ് 10⁻0 പ്ലസ് അടുത്തതും 24 ഇൻറ്റു 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാണ്? 5 ഇൻറ്റു 10⁻0 പ്ലസ് 10⁻1 പ്ലസ് 10⁻2 പ്ലസ് 10⁻3 പ്ലസ് 10⁻4 പ്ലസ് 5 കഴിഞ്ഞു. അടുത്തത് 24 ഇൻറ്റു 7 ഇൻറ്റു 10⁻0 പ്ലസ് 10⁻1 പ്ലസ് 10⁻2 പ്ലസ് 10⁻3 പ്ലസ് 10⁻4 ഫൈനലി പ്ലസ് 24 ഇൻറ്റു 9 പ്ലേസ് വാല്യൂ വരുന്നത് 9 ഇൻറ്റു 10⁻0 പ്ലസ് 10⁻1 പ്ലസ് 10⁻2 പ്ലസ് 10⁻3 പ്ലസ് 10⁻4 വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. അപ്പൊ ഇത് നമുക്ക് എല്ലായിടത്തും കോമൺ ആയിട്ട് എന്തുണ്ട്? എല്ലായിടത്തും കോമൺ ആയിട്ട് 24 ഇൻറ്റു 10⁻0 പ്ലസ് 10⁻1 പ്ലസ് 10⁻2 പ്ലസ് 10⁻3 പ്ലസ് 10⁻4 ഉണ്ട്. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 വരും. ഇതിലെ കോമൺ ആയിട്ട് വരുന്നത്. സോ 24 ഇൻറ്റു ഇത് 1, ഇത് 10, ഇത് 100, ഇത് 1000, ഇത് 10,000 വരുന്നതായിട്ട് കാണാം. ഇത് 4, 9, 18, 25 വരുന്നതായിട്ട് കാണാം. സോ ദിസ് ഷുഡ് ബി 24 ഇൻറ്റു 25 ഇൻറ്റു 1 written how many times? 1 written 5 times. So 24 ഇൻറ്റു 25 ഇൻറ്റു 1 written 5 times വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമായിരുന്നു, പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ലോജിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ തല ഇറങ്ങി പോകുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ഒരു ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം എവിടെ ഇനി തൊട്ട് കണ്ടു കഴിഞ്ഞാൽ ഇൻ ജനറൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇൻ ജനറൽ ഈ ഇതെന്തായിരുന്നു? 24 എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ആയിരുന്നു, അതായത് 5 - 1 ഫാക്ടോറിയൽ ആയിരുന്നു. 5 നമ്പേഴ്സ് വന്നപ്പം 5 - 1 ഫാക്ടോറിയൽ വന്നു. ആ പാർട്ട് ക്ലിയർ ആണല്ലോ, ആ പാർട്ട് ക്ലിയർ ആയി. അതിനുശേഷം ഇതെന്താണ്? ഈ 25 എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ്സ്, സം ഓഫ് ഡിജിറ്റ്സ് ഗിവൺ അല്ലെ. പിന്നെ എത്രയാണ്? 1 written n ടേംസ്. ഇപ്പം 5 ടേംസ് ഉണ്ടെങ്കിൽ 1 written n ടൈംസ് അല്ലെ. അപ്പൊ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1 will be written n ടൈംസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇൻ ജനറൽ എന്തെന്ന് എഴുതാം? n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ n - 1 ഫാക്ടോറിയൽ 1 1 1 എക്സെട്ര n ടൈംസ് അല്ലെ ഇൻറ്റു സം ഓഫ് നമ്പേഴ്സ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം പെട്ടെന്നായി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് 1 2 3 4 5 6 എങ്ങനെ എഴുതാം? ഈ നമ്പേഴ്സ് വെച്ചുള്ള എല്ലാ 6 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും സമ്മിനെ എങ്ങനെ എഴുതാം? n - 1 എന്ന് പറയുന്നത് 6 - 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 1 1 1 1 6 തവണ ഇൻറ്റു സം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 12 പ്ലസ് 9 21 എന്ന് വരും അല്ലെ. 21 എന്നുള്ളൊരു സമ്മ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനെല്ലാം 5 ഫാക്ടോറിയൽ ഇൻറ്റു 1 1 1 റിട്ടേൺ 6 ടൈംസ് ഇൻറ്റു 21 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതി കഴിഞ്ഞാൽ കാര്യം കിട്ടി. ഓക്കെ, കാര്യം പിടിയിട്ടുള്ള എല്ലാവർക്കും കാര്യം പിടിയിട്ടുള്ളോ? ഓക്കെ, അപ്പൊ മനോഹരമായിട്ട് നമ്മൾ നമ്പേഴ്സിന്റെ ഒരു കളി തന്നെ കളിച്ചു, ഡിവിസിബിലിറ്റി എല്ലാം കണ്ടു. അടുത്തത് ഫൈനൽ ടോപ്പിക്, ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ബെഗേഴ്സ് മെത്തേഡ് എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്ന് തന്നെ അത് ഇട്ട് തീർക്കുന്നതായിരിക്കും. സോ വിൽ മീറ്റ് അഗെയിൻ. ഞാൻ പറയുകയാണ്, ഞാൻ കുറെ വീഡിയോസ് ഇടുന്നുണ്ട്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഗ്രൂപ്പിലെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. ബൈ ബൈ.